നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി അവർക്ക് വേണ്ടി മണലാരണ്യത്തിൽ നിങ്ങൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായും അവർ ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കും എന്ന് നിങ്ങൾ കരുതുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ആ ആലിംഗനത്തിൽ ഒരു മരണം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? രാപ്പകലില്ലാതെ ആ മണലാരണ്യത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നാട്ടിലെ ജീവിത പങ്കാളി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് രാപ്പകലില്ലാതെ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ശരിയാവാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മരണത്തിലേക്കുള്ള കെണിയുമാവാം. നമസ്കാരം, മറ്റൊരു യഥാർത്ഥ സംഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ മനസാക്ഷി ഒരുപോലെ ഞെട്ടിച്ച, സ്വന്തം ഭർത്താവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ, സിനിമകളെ പോലും വെല്ലുന്ന രീതിയിൽ ക്രൈം പ്ലാൻ ചെയ്ത ഒരു ഭാര്യയുടെ കഥയാണിത്. വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം ഒരു പക്ഷേ ഈ കഥ മുഴുവനായി കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം വരെ നഷ്ടപ്പെട്ടേക്കാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. പ്രശാന്ത് 35 വയസ്സുകാരനായ ഒരു യുവാവ്. കുടുംബത്തിന്റെ കഠിനമായ പ്രാരബ്ധം കാരണം അദ്ദേഹം ഗൾഫിലേക്ക് പോകാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ അദ്ദേഹം ഗൾഫിലേക്ക് പോകുന്നു. അദ്ദേഹം കുടുംബത്തിന്റെ പ്രാരബ്ധം തീർക്കാനും തൻ്റെ കുടുംബത്തിന്റെ സന്തോഷം എന്നേക്കുമായി നിലനിൽക്കാനും വേണ്ടിയാണ് ഗൾഫിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ലേബർ ജോലിയാണ്, കഠിനമായ ജോലി. ആ ക്രൂരമായ ജോലിയിലും അദ്ദേഹത്തിന്റെ മനസ്സിന് കുളിർമയേകിയത് തൻ്റെ ഭാര്യയുടെ പുഞ്ചിരി, അതുപോലെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും. പ്രശാന്തിന്റെ ഭാര്യ സന്ധ്യ, അവർ ഒരു നേഴ്സായിരുന്നു. അവർ ടൗണിലെ ഒരു ചെറിയ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ പ്രശാന്തിന്റെ അമ്മ നാട്ടിലെ തറവാട്ട് വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നതും. ജോലിക്ക് പോകാനുള്ള സൗകര്യം പ്രമാണിച്ച് നേഴ്സായ സന്ധ്യ അവളുടെ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നാട്ടിൽ വരുന്ന സമയത്ത് പ്രകാശ് ഭാര്യ സന്ധ്യയുടെ കൂടെ ആ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രകാശ് ഗൾഫിലാണ്. അദ്ദേഹം അവിടെ ലേബർ ക്യാമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഭാര്യ സന്ധ്യ ഇവിടെ വാടക വീട്ടിൽ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ആ ഒരു കണ്ടീഷനിലാണ്. പക്ഷേ പ്രശാന്ത് അറിയാതെ സന്ധ്യയുടെ ജീവിതത്തിൽ ആ വാടക വീട്ടിൽ ചില ചുറ്റിക്കളികൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പ്രവാസത്തിലായിരുന്ന കാലഘട്ടത്തിൽ പോലും പ്രകാശ് തൻ്റെ ഭാര്യയുമായി അടുത്ത ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം പ്രവാസത്തിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ അകന്ന് താമസിക്കുക എന്ന് പറയുന്നത്. ഏകാന്തം എന്ന് നമുക്ക് തനി മലയാളത്തിൽ പറയാം. അതുകൊണ്ട് തന്നെ പ്രകാശിനുണ്ടായിരുന്ന മനക്കെട്ടി സന്ധ്യയ്ക്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം പ്രകാശ് നാട്ടിലില്ലാത്ത സമയത്ത് സന്ധ്യ ചെറിയ രീതിയിലുള്ള ഒരു രഹസ്യബന്ധം സൂക്ഷിക്കാൻ തുടങ്ങുകയാണ്. ഒരു പക്ഷേ തൻ്റെ കുടുംബം വേറെ, തൻ്റെ രഹസ്യബന്ധം വേറെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പല ആളുകളും നമ്മൾക്കിടയിലുണ്ട്. ഒരു പക്ഷേ അത്തരത്തിൽ തൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സന്ധ്യയ്ക്ക് കഴിയാത്തതുകൊണ്ടായിരിക്കാം പുതിയ ഒരു ബന്ധം അനിൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് സന്ധ്യ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യ മനസ്സ് എന്ന് പറയുന്ന സാധനം ഒരു ലൂപ്പ് പോലെയാണ്. അതിങ്ങനെ എന്തിൻ്റെങ്കിലും അകത്ത് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ നമ്മളെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രകാശ് ഗൾഫിലുള്ള സമയത്ത് ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രകാശിന് ഒരു തരത്തിലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം അവിടെയാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ആ ലേബർ ക്യാമ്പിൽ കിടന്ന്, ആ മണലാരണ്യത്തിൽ കിടന്ന്, ആ കടുത്ത ചൂടിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2006 ജൂൺ മാസത്തിന്റെ തുടക്കം പ്രകാശ് സർപ്രൈസ് ആയിട്ട് നാട്ടിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം നാട്ടിലേക്ക് പോകാനെടുത്ത തീരുമാനത്തിൽ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, തൻ്റെ അമ്മയോടോ തൻ്റെ ഭാര്യയോടോ പറയാതെയാണ് അദ്ദേഹം സർപ്രൈസ് ആയിട്ട് നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ അദ്ദേഹത്തിനെ കാത്തിരുന്ന ട്വിസ്റ്റ് മറ്റൊന്നായിരുന്നു. ജൂൺ 28 രാവിലെ പ്രകാശ് സർപ്രൈസ് ആയിട്ട് തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി ആ വാടക വീട്ടിലേക്ക് പോവാണ്. വാടക വീട്ടിലെത്തി അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹത്തിൻ്റെ ലഗേജ് എല്ലാം ഒരു മുറിയിൽ കൊണ്ടുവച്ചു. പിന്നീട് അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന തൻ്റെ ഭാര്യയുടെ പുറകിൽ ചെന്ന് കണ്ണു പൊത്തിക്കൊണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഭാര്യ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതൊരു സന്തോഷത്തിന്റെ ഞെട്ടലായിരുന്നില്ല, മറിച്ച് അതൊരു ഞെട്ടിത്തരിക്കലായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിൽ അനിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് വളരെയധികം വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ത്രീ പെട്ടെന്ന് തൻ്റെ ഭർത്താവ് യാദൃശ്ചികമായി മുന്നിൽ വന്ന് പെട്ടപ്പോൾ ശരിക്കും സർപ്രൈസായി എന്ന് വേണം നമ്മൾ പറയാൻ. കാരണം തൻ്റെ അവിഹിതത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും പുറമെ കാണിക്കാതെ വളരെ കൂളായിട്ട് പെരുമാറാൻ സന്ധ്യ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ ഭർത്താവിനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസാണ് ഇതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭർത്താവിനെ വാരിപ്പുണർന്നു. ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു. പക്ഷേ ആ ആലിംഗനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയെക്കുറിച്ച് അനിലിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം.
കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെത് മാത്രമായിരുന്നു. അദ്ദേഹം ആ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും തൻ്റെ ഭാര്യയും തൻ്റെ കുടുംബവും മാത്രം മനസ്സിലുള്ളപ്പോഴും സിന്ധു എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ അനിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടൊപ്പം നാട്ടിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന സത്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം വരെ അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും അവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴും പ്രശാന്തിൻ്റെ മനസ്സിൽ നന്മ മാത്രമായിരുന്നു. എന്നാൽ സിന്ധു എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മനസ്സിൽ നേരെ തിരിച്ചു. പ്രശാന്ത് നാട്ടിൽ നിന്ന് പോവാതെ തൻ്റെ കാമുകനോടൊപ്പം ഇനി ഇവിടെ വിഹരിക്കാൻ കഴിയില്ല എന്നത് ആ സ്ത്രീ തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവായ പ്രശാന്തിനെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നുകിൽ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കണം, അതല്ലെങ്കിൽ ഇയാളെ വകവരുത്തണം. എന്തായാലും എപ്പോഴും പ്രവാസത്തിൽ കഴിയുന്ന പ്രശാന്തിന്റെ കൂടെ കഴിയാൻ ഈ സ്ത്രീക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ കാമുകനായ ആ ജാരന്റെ കൂടെ, അനിലിന്റെ കൂടെ കഴിയാനാണ് സിന്ധു തീരുമാനിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് ഇയാളെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. ആദ്യം അവർ ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രശാന്തിനെ ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. കാരണം ഇതൊരു അപകട മരണമാക്കി തീർക്കാൻ വേണ്ടി. പക്ഷേ വിധി പ്രശാന്തിന് വേണ്ടി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. പ്രശാന്തിനെ അവർ ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. പക്ഷെ പ്രശാന്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഗുരുതര പരിക്കുകളോടെ അദ്ദേഹം ആശുപത്രിയിലായി. അദ്ദേഹം അറിയാതെ ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണതാണെന്ന് വരുത്തി തീർക്കാൻ സിന്ധുവിന് കഴിഞ്ഞു. ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത പ്രശാന്തിനെ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സ്വന്തം ഭാര്യ നേഴ്സ് ആയതുകൊണ്ട് തന്നെ തനിക്ക് ലോകത്തെ ഏറ്റവും പ്രീമിയം ചികിത്സ കിട്ടുമെന്ന് പ്രശാന്ത് കരുതി. പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ, അതല്ലെങ്കിൽ ഒരു നേഴ്സ് എന്ന നിലയിൽ ഒരു മനുഷ്യന് എത്രത്തോളം അധപ്പതിക്കാം, എത്രത്തോളം ക്രൂരയാവാം എന്ന് സന്ധ്യ നമ്മളെവിടെ കാണിച്ചു തന്നു. വേദനകൾ കടിച്ചമർത്തി താൻ അവിടെ കഴിയുമ്പോഴും തൻ്റെ ഭാര്യ തൻ്റെതാണെന്ന് മാത്രം വിശ്വസിച്ച ഒരു യുവാവായിരുന്നു അത്. മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന ചികിത്സ വളരെ കറക്റ്റും പ്രോപ്പറുമാണെന്ന് തൻ്റെ ഭാര്യ നേഴ്സായതുകൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിന് IV മരുന്നുകൾ ഇടാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു ക്യാനുല ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും അതിൽ IV മരുന്നുകൾ കുത്തിവെക്കുമായിരുന്നു. ഒരു ദിവസം പക്ഷേ ഈ ക്രൂരയായ സ്ത്രീ മരുന്നുകൾ കുത്തിവെക്കുന്നതിന് പകരം ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ലിക്വിഡ് പ്രയോഗിക്കുന്നു. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി കാമുകന്റെ കൂടെ സുഖലോലുപത കണ്ടെത്താൻ വേണ്ടി ഒരു ക്രൂരയായ നേഴ്സ് കണ്ടെത്തിയ ഏറ്റവും മോശമായ വഴിയായിരുന്നു ക്യാനുലയിലൂടെ IV മരുന്നുകൾ കൊടുക്കേണ്ടതിന് പകരം ബാത്റൂം കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലീനിങ് ലിക്വിഡ് പ്രയോഗിച്ചത്. അതെ, ടോയ്ലറ്റ് ക്ലീനർ. നമുക്കൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാതെ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി ആ സ്ത്രീ തെരഞ്ഞെടുത്ത ക്രൂരമായ വഴി. തൻ്റെ ഭർത്താവിൻ്റെ ക്യാനുലയിലൂടെ ഇത് അവർ പ്രസ് ചെയ്ത് കയറ്റുന്നു. ഭർത്താവ് തൻ്റെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ പിടഞ്ഞു മരിക്കുന്നു. പക്ഷേ ടെറസിന്റെ മുകളിൽ നിന്ന് വീണതുകൊണ്ടുണ്ടായ ആന്തരിക രക്തസ്രാവം മൂലം ആന്തരിക അവയവങ്ങൾ നശിച്ചു പോയതുകൊണ്ടാണ് തന്റെ ഭർത്താവ് മരണപ്പെട്ടത് എന്നവർ നാട്ടുകാരെയും ബന്ധുക്കളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കരഞ്ഞ് അഭിനയിച്ചു. എല്ലാ മനുഷ്യരും അവരുടെ കള്ളക്കഥയും കണ്ണുനീരും വിശ്വസിച്ചു. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാത്ത മറ്റൊരു സ്ത്രീ കൂടെ പ്രശാന്തിനുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അവൻ്റെ പെറ്റ അമ്മയായിരുന്നു. നൊന്തു പെറ്റ വയറിന് മനസ്സിലായി എൻ്റെ മകൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണെന്ന ഒരു ഇൻറ്റ്യൂഷൻ ആ അമ്മയുടെ മനസ്സിൽ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പോലീസിനോട് പറയുകയാണ്, എൻ്റെ മകൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല, തീർച്ചയായും അതൊരു കൊലപാതകമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മകനെ റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. അങ്ങനെ ആ മകന്റെ ശരീരം പുറത്തെടുത്തുകൊണ്ട് പോലീസ് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. റീപോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് പ്രശാന്തിന്റെ ശരീരത്തിൽ നിന്നും വിഷാംശം കണ്ടെത്തി. ഉടനെ തന്നെ ഭാര്യയായ സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ ചോദ്യം ചെയ്ത സമയത്ത് ആ സ്ത്രീ സമ്മതിക്കുന്നില്ല. പിന്നീട് കുറച്ച് ക്രൂരതകൾ പുറത്തെടുക്കേണ്ടി വന്നു. ആ സമയത്ത് ആ ക്രൂരയായ സ്ത്രീ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പോലീസിനോട് തുറന്നു പറയാണ്. തന്റെ കാമുകനെ കുറിച്ചും തന്റെ കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പ്രവാസിയായ തന്റെ ഭർത്താവിനെ ബാത്റൂം ലിക്വിഡ് IV കുത്തിവെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ കഥ ഈ ക്രൂരയായ സ്ത്രീ ആ മനുഷ്യരോട് തുറന്നു പറഞ്ഞു. പിന്നീട് കാമുകനായ അനിലും സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയ നേഴ്സായ സന്ധ്യയും പോലീസ് കസ്റ്റഡിയിലാവുകയാണ്, അറസ്റ്റിലാവുകയാണ്. ഇന്നവർ അഴിക്കുള്ളിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു നിമിഷത്തെ ശരീരസുഖത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന മറ്റൊരു ബന്ധം ഒരിക്കലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാവില്ല. അത് ഒരു ലൂപ്പാണ്. നിങ്ങൾ അതിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ ചുറ്റിപ്പറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാം എന്ന് നിങ്ങൾ കരുതിയാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക്, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് ഒരിക്കലും അതിന് നിങ്ങളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല.
ഒരിക്കൽ അതിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ കയ്യിൽ അത് നിൽക്കില്ല. നിങ്ങളുടെ മനസ്സിനെ അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാം എന്ന് കരുതിയാൽ നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല. ഇതൊരു വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു വലിയ ലൂപ്പാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒടുവിൽ നിങ്ങളുടെ കുടുംബം ഛിന്നഭിന്നമായി, നിങ്ങളുടെ ജീവിതം ഇല്ലാതെയായി, നിങ്ങളുടെ കുടുംബം താറുമാറായി, നിങ്ങൾ എന്നേക്കുമായി ജയിലഴികൾക്കുള്ളിലാകുന്നതിന് വരെ ഇത്തരം കാര്യങ്ങൾ കാരണമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.